ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ക്ലോത്ത് മടക്കി ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ പേപ്പർ ഒരു ക്ലോത്തായിട്ട് സങ്കല്പിക്കുക. ഇതേപോലെ ഒന്ന് ആദ്യം ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടാണുള്ളത്. ഇതുപോലെ സെയിം രീതിയിലാണ് ഞാൻ ക്ലോത്ത് മടക്കിയിട്ടുള്ളത്. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് മുകളിൽ ഫോൾഡഡ് ആയിട്ടാണ് ക്ലോത്ത് കിട്ടുക. അതിനുശേഷം നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ബെൽറ്റിനും താഴെ മടക്കിയെടുക്കാൻ 1 ഇഞ്ചും ആഡ് ചെയ്ത് നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 40 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്തെ പോയിന്റിൽ നിന്നും ഫുൾ ലെങ്ത്ത് ഒന്നുകൂടി മാർക്ക് ചെയ്യുക. സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 2XL സൈസ് വരുന്നതായതുകൊണ്ട് ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ട് ഒരു 13.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ബെൽറ്റിന് വേണ്ടി, അതായത് എലാസ്റ്റിക് വെക്കാൻ വേണ്ടി നമുക്കൊരു 2 ഇഞ്ച് താഴെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴെയായിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ മാർക്കിങ് കൂടി ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ചിൻ്റെ മാർക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മുടെ ക്രോച്ച് വിഡ്ത്ത് ഷേപ്പ് ചെയ്യാനായി ഒരു 2-2.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ആം ഹോളിലും ഷേപ്പ് ചെയ്യുന്നത് പോലെ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴെ എത്രയാണോ വീതി വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക. അതിന് കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് താഴെ മടക്കിയെടുക്കാൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിനി. അതൊന്ന് നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ആ ലൈനൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. ഇനി ക്രോസിൻ്റെ ഭാഗവും ഈ താഴത്തെ അടിഭാഗവും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് വരയ്ക്കുക. ഇനി നമുക്ക് താഴെ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. താഴെ മടക്കിയടിക്കുമ്പോൾ ഒന്ന് ലെവലായി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ നിന്ന് തുടങ്ങി സൈഡിലൂടെ കട്ട് ചെയ്ത് നമുക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ മുകളിൽ നമുക്ക് ഫോൾഡഡ് ആയിട്ടാണ് കിട്ടുക എന്ന്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടും. ഫ്രണ്ടിലും ബാക്കിലുമുള്ള പീസായിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. നമുക്ക് 2 ഭാഗത്തിൻ്റെയും ക്രോച്ച് ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ വെച്ച് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ അടുത്ത ഭാഗവും നല്ല വശവും ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ മറ്റേ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴെ ഭാഗം മടക്കിയെടുക്കാം. അതിന് നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. അതുകൊണ്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഭാഗത്തും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാൻറ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പീസ് ഇതേപോലെ പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇനി ക്രോച്ചിൻ്റെ ഭാഗം എത്തുമ്പോൾ, അതായത് നമ്മുടെ പാൻറ്റിൻ്റെ നടു എത്തുമ്പോൾ 1 ഇഞ്ച് എന്നുള്ളത് നമുക്ക് 1/2 ഇഞ്ചായിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ ഒരു പിടുത്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും 1 ഇഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ അടിച്ചെടുക്കുക. ഇനി എക്സ്ട്രാ വന്ന ഈ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുഴുവനായി ഇതേപോലെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കിട്ടിയത് അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം
എലാസ്റ്റിക്കിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് എലാസ്റ്റിക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് പാൻറ്റിൻ്റെ നല്ല വശം പുറത്ത് വരുന്ന വിധത്തിലും മോശം വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ചുകൊണ്ട് പാൻറ്റിൻ്റെ സെൻറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ജോയിൻറ്റ് ഭാഗം വരുന്ന വിധത്തിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം ക്ലോത്ത് കൊണ്ട് എലാസ്റ്റിക്കിനെ ഒന്ന് കവർ ചെയ്ത് അതിൻ്റെ എൻഡിലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ മുകളിലല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, അവിടെ നമ്മൾ ചെറിയൊരു ക്ലോത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവും, അവിടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ഇലാസ്റ്റിക് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിൽ ഒരു ചെറിയൊരു സ്പേസ് ഇതുപോലെ വേണം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഇലാസ്റ്റിക് റൗണ്ടിൽ തന്നെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ മെത്തേഡ് അല്ലാണ്ട് നമുക്ക് നടുക്ക് ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് മുഴുവനായി സ്റ്റിച്ച് ചെയ്ത് അവസാനം വേണമെങ്കിൽ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് എലാസ്റ്റിക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനായിട്ട് ആദ്യം സൂചി ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ച് മുഴുവനായി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഇലാസ്റ്റിക് തിരിഞ്ഞോ മറിഞ്ഞോ നിൽക്കുകയില്ല, നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പലാസോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സ്റ്റേ ട്യൂൺ ആൻഡ് സപ്പോർട്ട് മീ.